എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മഹാത്മാഗാന്ധി ഈ പേര് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സമാധാനത്തിൻ്റെയും അഹിംസയുടെയും ചിത്രങ്ങളാണ്, അല്ലേ? രാഷ്ട്രപിതാവ്, ലോകം ആരാധിക്കുന്ന വിശുദ്ധൻ, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ആരാധിക്കുന്ന ഈ ബിംബത്തിന് പിന്നിൽ ചരിത്രം പലപ്പോഴും നമ്മളോട് പറയാൻ മടിക്കുന്ന ചില ഇരുണ്ട സത്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ആഴങ്ങളിലേക്ക്, ആരും അധികം സംസാരിക്കാത്ത ആ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. ഈ വാക്കുകൾ, ഇത് ഗാന്ധിജിയെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാം ഓർമ്മയാണ്. അഹിംസയുടെ ആൾരൂപം, ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു തർക്കവുമില്ലാത്ത ഒരു വിശുദ്ധ രൂപം. ഈ ഒരു വാചകത്തിൽ തന്നെയുണ്ട് നമ്മൾ അദ്ദേഹത്തെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ ഉത്തരം. എന്നാൽ ഈ വിശുദ്ധ പ്രതിച്ഛായ ഒരു കെട്ടുകഥയുടെ അല്ലെങ്കിൽ വളരെ തന്ത്രപരമായി നിർമ്മിച്ചെടുത്ത ഒരു ബ്രാൻഡിൻ്റെ ഭാഗം മാത്രമാണെങ്കിലോ, ചരിത്രത്തിൻ്റെ താളുകളിൽ അങ്ങേയറ്റം അസ്വസ്ഥതയുളവാക്കുന്ന കൂടുതൽ സങ്കീർണമായ ഒരു യാഥാർത്ഥ്യം മറഞ്ഞിരിപ്പുണ്ടെങ്കിൽ നമുക്ക് ആ യാത്രയൊന്ന് തുടങ്ങാം. അപ്പം നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കാൻ പോകുന്നത് ഗാന്ധി എന്ന ബ്രാൻഡ്, ആ ഒരു ഐഡിയ എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടതെന്നാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ച് നമ്മൾ സ്കൂളുകളിൽ പഠിച്ച കഥയിൽ നിന്ന് യഥാർത്ഥ ചരിത്രം എത്രത്തോളം വ്യത്യസ്തമാണെന്ന് നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വസിക്കപ്പെട്ടത്, ഗാന്ധിജിയുടെ അഹിംസാ മാർഗത്തിലുള്ള സമരങ്ങളാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതെന്നാണ്. എന്നാൽ ചരിത്രകാരന്മാർക്കിടയിൽ വളരെ ശക്തമായ മറ്റൊരു വാദമുണ്ട്. സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സായുധ കലാപം ഉണ്ടാകുമെന്നുള്ള ഭയം, അതാണ് ബ്രിട്ടീഷുകാരെ ഇന്ത്യ വിടാൻ ശരിക്കും പ്രേരിപ്പിച്ചത്. സമാധാനപരമായ പ്രതിഷേധങ്ങളെക്കാൾ അവർ ഭയന്നത് ആ യുദ്ധഭീഷണിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എന്തിനാണ് ഈ ഗാന്ധി ബ്രാൻഡ് ഇത്രയധികം പ്രചരിപ്പിക്കപ്പെട്ടത്? ഇതിന് പല കാരണങ്ങളുണ്ട്. അധികാരത്തിൽ വന്ന നെഹ്റു സർക്കാരിന് അവരുടെ ഭരണത്തിന് ഒരു ധാർമ്മിക അടിത്തറ വേണമായിരുന്നു. അതേസമയം ഇന്ത്യ വിട്ടുപോകുകയായിരുന്ന ബ്രിട്ടീഷുകൾക്കും ഇതൊരാവശ്യമായിരുന്നു. തങ്ങൾ നടത്തിയ ജാലിയൻ വാലാബാഗ് പോലുള്ള ക്രൂരതകളെല്ലാം മറച്ച് സമാധാനപരമായി അധികാരം കൈമാറി എന്നൊരു നല്ല പേരുണ്ടാക്കാൻ അവർക്കും ഇത് സഹായകമായി. ഈയൊരു ഔദ്യോഗിക ചരിത്ര നിർമ്മാണത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 1982 പുറത്തിറങ്ങിയ ഗാന്ധി എന്ന ലോകപ്രശസ്ത സിനിമ. ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ പണം മുടക്കി നിർമ്മിച്ച ആ സിനിമയിൽ നിന്ന് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളികളിൽ ഒരാളായ സുഭാഷ് ചന്ദ്രബോസിനെ പൂർണ്ണമായും ഒഴിവാക്കി. അതോടെ ഈ കെട്ടുകഥ സാധാരണക്കാരുടെ മനസ്സിൽ ഒരു സത്യമായി അങ്ങ് പതിഞ്ഞു. ശരി, ഇനി നമുക്ക് ഈ രാഷ്ട്രീയ നിർമ്മിതിയിൽ നിന്ന് ഗാന്ധിജിയുടെ തന്നെ ഞെട്ടിക്കുന്ന ചില വാക്കുകളിലേക്ക് കടക്കാം. അദ്ദേഹത്തിൻ്റെ അഹിംസാ സിദ്ധാന്തം എത്രത്തോളം തീവ്രവും ഒരുപക്ഷെ മനുഷ്യത്വത്തിന് നിരക്കാത്തതുമായ ഒന്നായിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്ന ചില വാക്കുകൾ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയ ഹോളോകോസ്റ്റിനെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞത് എന്താണെന്നറിയാമോ? ജൂതന്മാർ കശാപ്പുകാരൻ്റെ കത്തിക്ക് സ്വയം കഴുത്ത് നീട്ടിക്കൊടുക്കണമായിരുന്നു. അത് ലോകത്തെ ഉണർത്തുമായിരുന്നു. ഒന്നാലോചിച്ച് നോക്കൂ, എത്ര ഭീകരമായ വാക്കുകളാണിത്. അഹിംസയോടുള്ള ഈ കടുംപിടുത്തം എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് നോക്കൂ. ഇത് ജൂതന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല, നാസി ആക്രമണത്തെ നേരിടുകയായിരുന്ന ബ്രിട്ടീഷുകാർക്കും അദ്ദേഹത്തിന് ഇതേ ഉപദേശമായിരുന്നു. നിങ്ങളെല്ലാവരും, കുട്ടികളും സ്ത്രീകളുമടക്കം, കൊല്ലപ്പെടാൻ സ്വയം അനുവദിക്കണം, പക്ഷേ കീഴടങ്ങരുത്. ഇത് കേവലം ഒരു തത്വശാസ്ത്രമല്ല, സാധാരണ മനുഷ്യയുക്തിക്ക് നിരക്കാത്ത, യാഥാർത്ഥ്യ ബോധമില്ലാത്ത ഒരു തീവ്ര നിലപാടാണ് കാണിക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: ഈയൊരു തീവ്രമായ തത്വചിന്ത മനുഷ്യരെ പല തട്ടുകളായി കാണുന്ന ഒരു മനോഭാവത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചിരുന്നു. ഈ ചോദ്യം നമ്മളെ നേരിട്ടെത്തിക്കുന്നത് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ കാലഘട്ടത്തിലേക്കാണ്. അവിടെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട അദ്ദേഹത്തിൻ്റെ വംശീയത എന്ന അസുഖകരമായ വിഷയത്തിലേക്ക്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഒരു യുവ അഭിഭാഷകനായി എത്തിയപ്പോൾ മുതൽ അവിടെ നിന്ന് മടങ്ങുന്നതുവരെയുള്ള കാലഘട്ടം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. കറുത്ത വർഗ്ഗക്കാരെ അദ്ദേഹം കണ്ടിരുന്നത് വളരെ മോശമായാണ്. അവരെ കാഫിർ എന്ന വംശീയ പദം ഉപയോഗിച്ച് അധിക്ഷേപിക്കുകയും അവരിൽ നിന്ന് ഇന്ത്യക്കാരെ അകറ്റി നിർത്തണമെന്ന് നിരന്തരം വാദിക്കുകയും ചെയ്തു. അതെ, ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം ഗാന്ധിജി ഒരു വംശീയവാദിയായിരുന്നു. വെള്ളക്കാരും ഇന്ത്യക്കാരും ഉൾപ്പെടുന്ന ഒരു ആര്യൻ വംശീയ ശ്രേണിയിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ആ ശ്രേണിയിൽ ആഫ്രിക്കക്കാരുടെ സ്ഥാനം ഏറ്റവും താഴെയായിരുന്നു. ഇത് വെറും വിമർശകരുടെ ആരോപണമല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാത്രമല്ല, പ്രവൃത്തികളും തീർത്തും വംശീയമായിരുന്നു. ആഫ്രിക്കക്കാരെ സാവേജസ്, അതായത് അപരിഷ്കൃതർ എന്ന് വിളിച്ചതു മുതൽ ഇന്ത്യക്കാർക്കും കറുത്തോർക്കുമായി വെവ്വേറെ പോസ്റ്റ് ഓഫീസ് കവാടങ്ങൾ വേണമെന്ന് സർക്കാരിനോട് അപേക്ഷിച്ചതുവരെ അദ്ദേഹത്തിൻ്റെ വംശീയ മനോഭാവത്തിന് തെളിവുകൾ നിരവധിയാണ്. ഇനി നമ്മൾ കടക്കുന്നത് ഒരുപക്ഷെ ഏറ്റവും വ്യക്തിപരവും ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയുളവാക്കുന്നതുമായ ഒരു വിഷയത്തിലേക്കാണ്: ഗാന്ധിജിയുടെ സ്വകാര്യ ജീവിതത്തിലെ വിവാദപരമായ ചില പരീക്ഷണങ്ങളെക്കുറിച്ച്. എന്തായിരുന്നു ഈ ബ്രഹ്മചര്യ പരീക്ഷണങ്ങൾ? ഗാന്ധിജി തന്നെ ഇതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്.
തൻ്റെ ലൈംഗികാസക്തിയെ പൂർണ്ണമായും ജയിച്ചോ എന്ന് സ്വയം പരീക്ഷിക്കുന്നതിനു വേണ്ടി യുവതികളോടൊപ്പം ഒരേ കിടക്കയിൽ നഗ്നനായി ഉറങ്ങുന്ന ഒരു രീതിയായിരുന്നു അത്. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഗാന്ധിജിയുടെ പ്രായം 77 വയസ്സായിരുന്നു. അദ്ദേഹത്തോടൊപ്പം കിടക്ക പങ്കിടാൻ നിർബന്ധിതരായവരിൽ അദ്ദേഹത്തിന്റെ സ്വന്തം പേരക്കുട്ടികൾ ഉൾപ്പെടെയുള്ള കൗമാരക്കാരായ പെൺകുട്ടികളുമുണ്ടായിരുന്നു. ആ പ്രായവ്യത്യാസം ഒന്നോർത്തു നോക്കൂ. ആ കാലത്ത് അതിനെ ഒരു പരീക്ഷണമായി കണ്ടിരിക്കാം. എന്നാൽ ഇന്നത്തെ കാഴ്ചപ്പാടിൽ ഇതിനെ ലൈംഗിക ചൂഷണമെന്നും ഇരപിടിയൻ സ്വഭാവമെന്നും അല്ലാതെ മറ്റൊന്നും വിളിക്കാൻ സാധിക്കില്ല. അധികാരവും പ്രായവും ഉപയോഗിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോട് കാണിച്ച ഗുരുതരമായ ഒരു തെറ്റ്. സ്ത്രീകളോടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇതിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ലൈംഗികാതിക്രമത്തിനിരയായ പെൺകുട്ടികളോട് അത് അവരുടെ കുറ്റമാണെന്നും മുടി മുറിച്ചു നടന്നാൽ അത് ഒഴിവാക്കാമെന്നും ഉപദേശിച്ചതും, സ്വന്തം ഭാര്യ കസ്തൂർബയ്ക്ക് അസുഖം വന്നപ്പോൾ ജീവൻ രക്ഷാ മരുന്നായ പെൻസിലിൻ ഒരു വിദേശ മരുന്നാണെന്ന് പറഞ്ഞ് നിഷേധിച്ചതും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെ കേട്ടുകഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഗാന്ധി എന്ന ഈ വ്യക്തിത്വത്തെ മനസ്സിലാക്കേണ്ടത്? വിശുദ്ധനും പാപിയുമായ ഈ മനുഷ്യന്റെ പാരമ്പര്യത്തെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? ഈ പരസ്പരവിരുദ്ധമായ സത്യങ്ങളെ നമുക്കൊന്ന് ഒരുമിച്ച് ചേർത്ത് നോക്കാം. നോക്കൂ, ഒരു വശത്ത് സമാധാനത്തിന്റെ ആഗോള പ്രതീകം, മറുവശത്ത് ജൂതന്മാർ ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞ വ്യക്തി. ഒരിടത്ത് അടിച്ചമർത്തപ്പെട്ടവരുടെ രക്ഷകൻ, മറ്റൊരിടത്ത് കടുത്ത വംശീയവാദി. ലൈംഗിക വിശുദ്ധിയുടെ ആൾരൂപമെന്ന് പറയുമ്പോഴും കൗമാരക്കാരികളായ പെൺകുട്ടികളെ ചൂഷണം ചെയ്ത വ്യക്തി. രാഷ്ട്രപിതാവ് എന്ന് വാഴ്ത്തപ്പെടുമ്പോഴും മറ്റു സ്വാതന്ത്ര്യസമര സേനാനികളെ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞൊരു ബ്രാൻഡിന്റെ ഗുണഭോക്താവ്. ഇതാണ് മിഥ്യയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വലിയ അന്തരം. സത്യം എന്താണെന്ന് വെച്ചാൽ ചരിത്രത്തിലെ നായകന്മാരെക്കുറിച്ച് കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന കഥകൾ വളരെ ലളിതമാണ്. ഒന്നുകിൽ നല്ലവൻ അല്ലെങ്കിൽ ചീത്തവൻ. പക്ഷേ യാഥാർത്ഥ്യം എപ്പോഴും ഇതിനിടയിൽ വളരെ സങ്കീർണമായിരിക്കും. ആ സങ്കീർണതകളെ ഉൾക്കൊള്ളാൻ പലപ്പോഴും കെട്ടുകഥകൾക്ക് താൽപ്പര്യമുണ്ടാകില്ല. അപ്പോൾ അവസാനമായി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഒരു ചരിത്രപുരുഷന്റെ എല്ലാ ഇരുണ്ട വശങ്ങളും, അദ്ദേഹത്തിൻ്റെ എല്ലാ തെറ്റുകളും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്കദ്ദേഹത്തെ ബഹുമാനിക്കാൻ കഴിയുമോ? ചരിത്രത്തിലെ വ്യക്തികളെ ഒന്നുകിൽ വിശുദ്ധരാക്കുകയോ അല്ലെങ്കിൽ ചെകുത്താന്മാരാക്കുകയോ ചെയ്യാതെ അവരുടെ എല്ലാ നന്മകളോടും തിന്മകളോടും കൂടി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമോ? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിടുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ പുതിയ ഉള്ളടക്കവുമായി നമുക്ക് കാണാം. കണ്ടതിന് നന്ദി. തുടർന്നും ഞങ്ങളെ പിന്തുടരുക.